ഡോക്ടർ ഹാരിസിന്റെ വിഷയത്തിൽ ഇന്നിപ്പോൾ അദ്ദേഹത്തെ വീണ്ടും സംശയനിലയിൽ നിർത്തിക്കൊണ്ടാണ് പ്രിൻസിപ്പലിന്റെയും സൂപ്രണ്ടിന്റെയും പ്രസ് മീറ്റ് രാവിലെ നടന്നത്. അതിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അന്വേഷണം, കൃത്യമായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ പരിശോധന എല്ലാം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇന്ന് രാവിലെ സംഭവിച്ചത്. ഒപ്പം തന്നെ സംഘടന ഡോക്ടർ ഹാരിസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് ഇന്ന് കത്ത് നൽകും, നിവേദനം നൽകുമെന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, ഇന്ന് രാവിലത്തെ പ്രസ് മീറ്റ് നമ്മൾ കണ്ടു. കൂടുതൽ ചോദ്യങ്ങൾ ഉയരുന്ന രീതിയിൽ, ഇല്ലെങ്കിൽ ഡോക്ടർ ഹാരിസിനെ കൂടുതൽ സംശയനിലയിലേക്ക് നിർത്തുന്ന രീതിയിലായിരുന്നു പ്രിൻസിപ്പലിന്റെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വെളിപ്പെടുത്തലുകൾ, ഇല്ലെങ്കിൽ ഇന്ന് ഡോക്ടർ രണ്ടുപേരും സൂപ്രണ്ടും ഒപ്പം തന്നെ പ്രിൻസിപ്പളും സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ എന്താണ് നിലവിൽ ഈ ഒരു മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇപ്പോഴത്തെ സ്ഥിതി? എന്തായാലും ഡോക്ടർ ഹാരിസിന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയായിരുന്നു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും ഒപ്പം തന്നെ സൂപ്രണ്ടിന്റെയും ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ മുസ്ലേറ്റർ എന്ന ഉപകരണം അത് കാണാനില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ട പരിശോധനയിൽ ഈ ഉപകരണം അവിടെ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് അന്വേഷണം നടത്തിയ സംഘം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യം മന്ത്രി അത് പുറത്തു പറയുകയും ചെയ്തു. പക്ഷേ അതേ ഉപകരണം വീണ്ടും ഇപ്പോൾ ഹാരിസിന്റെ റൂമിൽ, ഡോക്ടർ ഹാരിസിന്റെ റൂമിലുണ്ട്. അങ്ങനെ ഒരു ബോക്സ് കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത്. പക്ഷേ അത് ഓഗസ്റ്റ് 2 വാങ്ങിയതിന്റെ ബില്ല് കൂടി ഉൾപ്പെടുന്ന ബോക്സാണ് കണ്ടെത്തിയത് എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ ഉപകരണം അവിടെ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഈ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ CCTV ദൃശ്യങ്ങളിൽ മറ്റൊരാൾ ഹാരിസിന്റെ റൂമിലേക്ക് പോയിട്ടുണ്ട്, ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട്, ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് CCTVയിൽ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ CCTV അകത്തേക്ക് പോയ ആൾ എന്നതിൽ വ്യക്തതയില്ല. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അക്കാര്യം കൂടുതൽ മറ്റ് വിദഗ്ധ സമിതിയെ വെച്ച് അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആരോഗ്യ വകുപ്പിന് വിവരങ്ങൾ വെച്ചുള്ള കത്ത് നൽകും എന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെ ഹാരിസ് പറഞ്ഞത് തനിക്കെതിരെ തന്നെ കുടുക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഓഫീസിൽ മറ്റൊരു പൂട്ടിയതിൽ അധികൃതർ ലക്ഷ്യം വെക്കുന്നത് വേറെയാണ്, തന്നെ കുടുക്കാനുള്ള ലക്ഷ്യമാണ് അതിന് പിന്നിൽ എന്നുള്ളതാണ്. KGM-CTA ഭാരവാഹികളുള്ള കുറിപ്പിലാണ്, അതായത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ കുറിപ്പിലാണ് ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ പറഞ്ഞതനുസരിച്ച് CCTVയിലെ ദൃശ്യങ്ങളിൽ ആരോ ഒരാൾ അകത്തേക്ക് പോകുന്നു എന്ന കാര്യം പറയുകയും ചെയ്യുന്നത്. അങ്ങനെ ആകപ്പാടെ മുഴുവനായും കുഴഞ്ഞു മറഞ്ഞിരിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൽ കൃത്യമായ ഒരു അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലാണ് പലരുടെയും ഭാഗത്തു നിന്നുള്ള അവരുടെ വാദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അവർ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ അത് ആ രീതിയിലാണ് പുറത്തു വരികയും ചെയ്യുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ആരോഗ്യവകുപ്പ് പ്രത്യേകമായ ഒരു അന്വേഷണം വെക്കുമോ? ഈ CCTV കൂടുതൽ പരിശോധിക്കണമെങ്കിൽ അത് മണിക്കൂറുകൾ എടുക്കും, സമയമെടുത്ത് മാത്രമേ പരിശോധിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ആ പരിശോധന എപ്പോൾ പൂർത്തിയാക്കാൻ കഴിയും? ഏത് രീതിയിൽ ഇതിനകത്ത് ആളുകൾ കയറി ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. അതിനിടെ ഈ വാർത്താ സമ്മേളനത്തിനിടെ സൂപ്രണ്ടിന് മറ്റൊരു ഫോൺ കോൾ വരുന്നുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കാൻ പ്രിൻസിപ്പലിനോട് സൂപ്രണ്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. അത് ആര് വിളിച്ചു പറഞ്ഞതാണ്, ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമാണോ എന്ന് വാർത്താ സമ്മേളനം നടന്നത്? ഇതിൽ ഏതൊക്കെ തരത്തിൽ ആണ് ഈ ഹാരിസിനെ കൊടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം നടക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ വ്യക്തത വരേണ്ടതുണ്ട്. ഇതിൽ പോലീസ് അന്വേഷണത്തിന് നിലവിൽ ആവശ്യപ്പെടില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. അതിന് പകരം ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് നൽകും, അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്തായാലും KGM-CTA ഉൾപ്പെടെ ഹാരിസിന് ഒപ്പമാണെന്നും ഒപ്പം തന്നെ ഹാരിസിന്റെ ഈ സത്യസന്ധത പുറത്ത് കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ KGM-CTയും വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യവാദം. ഇതിൽ ഈ ഉപകരണം കാണാതായ വിഷയത്തിൽ അതിപ്പോഴും സംശയത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സമയം പോലും വലിയ സംശയത്തിലേക്ക് ഇന്നത്തെ ഈ പ്രസ് മീറ്റിലൂടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം HOD ആയിരുന്ന സമയത്ത് അല്ല എന്നായിരുന്നു നേരത്തെ മനസ്സിലാക്കിയിരുന്നത്. ഡോക്ടർ ഹാരിസും അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഏതാണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല എന്ന രീതിയിലല്ലേ ഇന്നിപ്പോൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം? തീർച്ചയായും. അതായത് ഇക്കാര്യത്തിൽ പിന്നീട് വീണ്ടും ഈ ബോക്സ്, അതായത് ഈ ഉപകരണമുള്ള ബോക്സ് അവിടെ എത്തിയതാകാനുള്ള ഒരു സംശയം കൂടി ഉയർത്തുന്നതാണ് നിലവിൽ ഇന്ന് പ്രിൻസിപ്പൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്.
കാരണം ആരിഫ് ഡോക്ടർ ഉള്ള സമയത്തല്ല, അന്ന് ഈ ഉപകരണം കാണാൻ ഇല്ലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഓഗസ്റ്റ് 2 വെച്ച ഒരു ബില്ലാണ്, ഈ ഉപകരണം വാങ്ങിയതിന്റെ ബില്ല് ഉൾപ്പെടെയുള്ള ബോക്സ് ആണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. ആദ്യ പരിശോധനയിൽ അതിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഒരു സംശയത്തിന്റെ നേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് തന്നെയാണ്. ഇതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം കൂടി ആവശ്യമുണ്ട്. നിലവിലെ അന്വേഷണത്തിൽ ഈ രാവിലത്തെ പ്രസ് മീറ്റിനിടയിൽ പ്രിൻസിപ്പലിനും ഒപ്പം തന്നെ സൂപ്രണ്ടിനും ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. നമുക്ക് ആ കോൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്താണ് സംസാരിച്ചത്, ഇല്ലെങ്കിൽ അതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാൻ. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ആ SSBയുടെ ചുറ്റും CCTV ഉണ്ട്. അവിടെ ആര് കയറിയാലും കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഒരു 103ഓളം CCTVകളുണ്ട്. ഇതെല്ലാം വെരിഫൈ ചെയ്താലേ അത് അറിയാൻ പറ്റുള്ളൂ. ഒരു ദിവസം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നല്ല, അത്രയും സമയം എടുക്കും. ഇത്രയും സമയത്ത് ഒരു ദിവസത്തെ ഫുൾ ഇരുന്ന് നോക്കണം. അത് അവർ ക്ലാരിഫൈ ചെയ്തോണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുക. അത് മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. മോസിലോസ്കോപ്പ്, അതെ, മോസിലോസ്കോപ്പ് അല്ല. ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കമ്മിറ്റി സെൻറ്റഡ് അബൌട്ട് ദ ടിഷ്യൂ. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഈ ഫോൺ സംഭാഷണം ഇതാരുമായിട്ടാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇതെന്താണ് സംസാരിച്ചത്? പ്രസ് മീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് നമുക്കൊരു അസ്വാഭാവികത തോന്നുന്ന രീതിയിലുള്ള, ഇല്ലെങ്കിൽ ആരോ നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്ന രീതിയിലായിരുന്നു ആ ഫോൺ സംഭാഷണം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?